ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലാക്ക് ടോർച്ച് എന്ന ജാപ്പനീസ് അനിമേ TV സീരീസിൻ്റെ സീസൺ 1 പാർട്ട് 1 ആണ്. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിലും ലൈക്കും സബ്സ്ക്രൈബും കുറവാണ്. അപ്പോൾ എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ബോധമില്ലാതെ കിടക്കുന്ന ജൂറോനെ ആര് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് 2 ഓഫീസർ സർക്കിട്ട് നിൽക്കുന്നതാണ്. ഇത് കണ്ട് ആ ലേഡി തന്നെ അവനെ വലിച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ചുറ്റിലും ബ്ലാങ്കായി കിടക്കുന്ന ജൂറോയാണ്. ഡിഫറൻ്റ് ആയിട്ടുള്ള പൂച്ചയെ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു മോൺസ്റ്ററിനെ. വെയിറ്റ്, ഞാനിപ്പോൾ മോൺസ്റ്ററായോ? ഹേയ് ജീറോ എന്ന് പറഞ്ഞ് രാഘവ് അങ്ങോട്ട് വരുന്നു. ഹേയ് രാഘവ്, നിന്നെ ഇപ്പോൾ കാണാൻ വായുവിൽ പറന്ന് നടക്കുന്ന ഒരു സ്പിരിറ്റിൻ്റെ ഓട്ടുണ്ട്. ചെസ്റ്റിൽ വലിയൊരു ഓട്ടയുള്ള നീയാണ് എന്നെ സ്പിരിറ്റ് എന്ന് വിളിക്കുന്നത് എന്ന് രാഘവ് അവനോട് ചോദിക്കുന്നു. പെട്ടെന്ന് ജീറോ പേടിച്ച് കണ്ണ് തുറക്കുന്നു. അവനിപ്പോൾ ഉള്ളത് ഒരു ഹോസ്പിറ്റലിലാണ്. ആ ലേഡിയും അവിടെ ഇരിക്കുന്നുണ്ട്. ഹേയ്, നീ എഴുന്നേറ്റോ? 1.5 ദിവസമായി നീ ഉറങ്ങിക്കൊണ്ടിരിക്കുക എന്ന് ലേഡി പറയുന്നു. അപ്പോഴാണ് രാഘവ് അങ്ങോട്ട് വരുന്നത്. ഹേയ് രാഘവ്, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ എന്നെ വിട്ട് പോയെന്ന് ഞാൻ വിചാരിച്ചേ എന്ന് പറഞ്ഞ് ജീറോ അവിടെ ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു ഹോസ്പിറ്റലാണ്, മിണ്ടാണ്ടിരിക്കുക എന്ന് ലേഡി അവനോട് പറയുന്നു. അപ്പോഴാണ് ചീഫ് അങ്ങോട്ട് വരുന്നത്. ഹേയ്, നിനക്ക് കുഴപ്പമൊന്നുമില്ല അറിഞ്ഞത് ഒരുപാട് സന്തോഷം. ഒരു കഠിന ഹൃദയനാണ് ജീറോ. നിനക്കെങ്ങനെയുണ്ട് രാഘവ് എന്ന് ആ ചീഫ് അവനോട് ചോദിക്കുന്നു. ഹേയ്, ആദ്യം കുറച്ച് മാനേഴ്സ് പഠിക്കുക, എന്നിട്ട് വന്ന് ചോദ്യം ചോദിക്കുക എന്ന് രാഘവ് അവനോട് പറയുന്നു. ഇതിന് എന്നെപ്പറ്റി നല്ല ധാരണ തോന്നുന്നു. സോറി, ഞാൻ എന്നെ പരിചയപ്പെട്ടാൽ മറന്നു. എൻ്റെ പേര് റിയോസിക്കെ ശ്രീബ. ഇവളുടെ പേര് ഇച്ചിക്ക കിഷിമോബി. നിങ്ങൾ ദി പ്യൂർ ഓഫ് എസ്പിനേജ് അല്ലേ? നിങ്ങൾ പിന്നെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ ആ പ്രോമിസ് നിങ്ങൾ പാലിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓ, നിൻ്റെ മെമ്മറി വളരെ ഷാർപ്പാണ്. നമുക്ക് തുടങ്ങാം. നീ ഒനിവാബനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. എഡോ ഷോഗനേറ്റിന് വേണ്ടി വർക്ക് ചെയ്തിരുന്ന അണ്ടർ കവർ ഏജൻസ് അല്ലേ? അതെ, മേജി റിസ്റ്റോറസിൻ്റെ പിന്നാലെ ഒനുവാബെ ഗവൺമെൻറ്റിൻ്റെ കൂടെ ചേർന്നു. ഇപ്പോൾ അത് അണ്ടർ കവർ ഗവൺമെൻറ്റിൻ്റെ ഒരു കൂട്ടായ്മയാണ്. ബ്യൂറോ ഓഫ് എസ്പിനേജൻസ് എന്ന് വിളിക്കുന്നു. പുറത്തുമുള്ള അണ്ടർ കവർ ഇൻ്റലിജൻസും മനോരോഗികളെ കണ്ടുപിടിച്ച് ഇല്ലാതാക്കുന്നതുമാണ് ഞങ്ങളുടെ ജോലി. ഞാൻ മനോരോഗി അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. ഞങ്ങളുടെ പ്രധാന പ്രശ്നം മനുഷ്യരുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. സോ VIPസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക, രഹസ്യ സംഘടനയെ പറ്റി അന്വേഷിക്കുക എന്നതൊക്കെയായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ മാനനോഗിയെ പറ്റി അന്വേഷിക്കുന്നത് കൊണ്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ കുറച്ച് എളുപ്പമായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു കൂട്ടം മാനനോഗയെ ഞങ്ങളുടെ ബേസ് ആക്രമിച്ചു. അന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഓടിപ്പോയ ഒരു മാനനോഗയാണ് ഈ രാഘവ്. ഓ, ഇവൻ സമാധാനത്തിൽ ഉറങ്ങുമായിരുന്നു എന്ന് പറഞ്ഞത് അതായിരുന്നു അല്ലേ? ശരി, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇവനെ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? സോ നടന്ന കാര്യങ്ങളെല്ലാം ജീറോ അവനോട് പറയുന്നു. ഡേയ്, നിനക്ക് ബുദ്ധിയില്ലേ? നീ എന്തറിഞ്ഞിട്ട് ഒരു മാണോണൊക്കെ പോയി രക്ഷിച്ചത്? നീ അവിടെ ഉണ്ടായിരുന്നില്ല, നിനക്കത് പറയാനൊരു അവകാശവുമില്ല എന്ന് പറയുന്നു. ഈ മതി നിർത്തി. റാഗോ ജീറോയുടെ അടുത്ത് ലയിച്ചു കഴിഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് എന്നേക്കുമായി ഇതുപോലെ തന്നെ തുടരും. ഇത് സംഭവിക്കാണ്ടിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ല, പക്ഷെ അതിന് പറ്റുന്ന വഴി ഇങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നിങ്ങൾക്കറിയാം. നമ്മളിപ്പോൾ ഇരുട്ടിലായതുകൊണ്ട് മറ്റു മാനോക്കികൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഞങ്ങൾ നിന്നെ കൊണ്ടുപോവുകയാണ്. ഒരിക്കലുമില്ല, ഞാൻ വരൂല. കൊണ്ടുപോകുകയല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴിയില്ല. കാണാതായ ആ വ്യക്തിയെക്കുറിച്ച് പോലീസ് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു. നീ ഒന്നും അറിയാത്ത നിഷ്കളങ്കനായ ഒരു കുട്ടിയല്ല. എല്ലാ റെസ്പോൺസിബിലിറ്റിയും നീ ഏറ്റെടുത്തേ പറ്റൂ. നാളെ കുറച്ചുകൂടി സേഫായിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് നിന്നെ ഞങ്ങൾ മാറ്റും. ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൻ്റെ ചുറ്റും ഞങ്ങളുടെ ആളുകളാണ്. എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി കുറച്ച് ഓഫീസേഴ്സ് ഈ ഡോറിനപ്പുറത്തുമുണ്ട്. എൻജോയ് ചെയ്യ് എന്ന് പറഞ്ഞ് അവരവിടുന്ന് പോകുന്നു. ഒരു ജയിലിൻ്റെ അടുത്ത് പെട്ട പോലെയാണ് ഇപ്പോൾ ജീറോയുടെ അവസ്ഥ. ഞാനിപ്പോൾ കാണാതായ ഒരു വ്യക്തിയാണോ? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എന്നേക്കുമായി ഞാനിങ്ങനെ കാണാതായാലും എൻ്റെ പാവം മുത്തച്ഛന് വേറെ ആരുണ്ട്? നീ പറഞ്ഞത് ശരിയാണ്. ഇടിവെട്ടിവൻ്റെ തലയിൽ തേങ്ങ വീണ അവസ്ഥയാണ് നിനക്ക്. ഒരു വശത്ത് നിന്നെ പൂട്ടിടാൻ ശ്രമിക്കുന്ന പ്യൂറോ, മറുവശത്ത് എൻ്റെ ശക്തിക്ക് വേണ്ടി വരാൻ പോകുന്ന മാണനൊക്കെ. എന്തായാലും അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് വേറെ കാര്യമില്ല. എൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് എന്നെ ഇവിടെ വെച്ചതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൻ്റെ ആളുകളുമായിരുന്നു എന്നെ പിടിച്ചു വെച്ചത്. ഇനിയുള്ളവർ നിന്നെ പാലുമുട്ടയൊക്കെ തന്ന് പരിചയിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് എന്നെ പോലെ ഒരു മോണോണോക്സിയുമായി ലയിച്ചു പോയ നിന്നെ. എനിക്ക് വേണ്ടി വന്ന ആ മോണോണോക്സ് ഇല്ലേ, എന്നെ ഉണർത്തുന്നത് തങ്ങളെ പ്യൂറാക്കെതിരാക്കുന്നത് അറിഞ്ഞിട്ടും അവർ ചെയ്തു. അങ്ങനെയുള്ളവർ നിന്നെ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എങ്ങനെ നോക്കിയാലും നീ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. എല്ലാവർക്കും നിന്നോട് ദേഷ്യമാണ്.
അല്ലെങ്കിൽ അവർ നിന്നെ ഉപയോഗിക്കാൻ നോക്കുകയാണ്. അതുമല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, എനിക്ക് എന്തൊക്കെയോ പോലെ ആകുന്നു, നീ എന്തോ നീയും, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതൊന്നും. എല്ലാവരും വിചാരിക്കുന്നത് അവർക്കെല്ലാം മനസ്സിലായെന്നാണ്. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് വേണ്ടത് ഞാൻ ചെയ്യും. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോവുകയാണ് റാഗോ. ഒളിക്കാനൊന്നും പോകുന്നില്ല, എനിക്ക് കുറച്ച് കഴുതുകളെ ചവിട്ടി മെതിക്കാനുണ്ട്. ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞൊരു ഹീറോ പുറത്തേക്ക് നോക്കുന്നു. അപ്പോഴതാ അവിടെ കുറച്ച് കാക്കകളിരിക്കുന്നു. സോ കാക്കകളുടെ സഹായം ഉപയോഗിച്ച് ഉണ്ടായിരുന്ന ഗാർഡ്സിന്റെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടുന്നു. അവനെ രക്ഷിച്ചതിന് പകരമായി അവർക്ക് കുറച്ച് സ്നാക്സ് കൊടുക്കുന്നു ജീറോ. നീ എന്താണ് നമ്മളുടെ പ്ലാൻ? അവർ ഇപ്പോൾ തന്നെ നമ്മളെ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ടാകും. ഇതിനെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷേ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞവൻ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. താൻ കാണാതായെന്ന് മുത്തച്ഛൻ അറിയുന്നതിന് മുമ്പ് അവൻ മുത്തച്ഛനെ കണ്ട് കാര്യങ്ങൾ പറയാനാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. നീ സത്യം പറഞ്ഞാലും അവർ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എൻ്റെ മുത്തച്ഛനെ പറ്റിയാണോ പറയുന്നത്? അവർ വിശ്വസിക്കും, പക്ഷെ എനിക്ക് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഞാൻ ഓക്കെ പറയുന്നത് വരെ നീ പുറത്ത് വരാൻ പാടില്ല, നീ ജീറോ അവനോട് പറയുന്നു. സോ റാഗോനെ പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന സമയത്താണ് അവൻ്റെ മുത്തച്ഛൻ അങ്ങോട്ട് വരുന്നത്. നിൽക്കവിടെ, അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുകയാണ്. എന്നോട് പറയാതെ നീ എങ്ങോട്ടാണ് പോയത്? അത് പിന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു, അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അവനെ ഇങ്ങോട്ടോ കൊണ്ടുപോകുന്നു. ഒന്നും മനസ്സിലാക്കാതെ ഇരിക്കുമ്പോഴാണ് അവൻ്റെ മുത്തശ്ശൻ അവനെ ഒരു സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മളെന്താ ഇവിടെ ചെയ്യുന്നേ? ഇവിടെയാകുമ്പോൾ ആരും തടയാൻ വരുന്നില്ല പറഞ്ഞ് മുത്തശ്ശൻ അവനെ ഒറ്റയടിയും കടിക്കുന്നു. തെറിച്ചു പോയ ജീവനൊക്കെ ഒന്നും മനസ്സിലാകുന്നില്ല. നിനക്ക് ബുദ്ധിയുണ്ട്, പക്ഷെ നീ ചെയ്തത് എന്താണെന്ന് നിനക്ക് വല്ല ബോധവുമുണ്ടോ? അറിയാതെ പോയത് നീ സോറി പറഞ്ഞതല്ലേ, തല്ലാൻ മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ. വിനയിക്കുന്നത് നിർത്ത്. ഷീബ എന്നോടെല്ലാം പറഞ്ഞു. ഒണോക്കെ നിന്നെ പിടിച്ചതും നിന്റെ പേരിൽ പ്യൂറോ എക്സ്പീരിയൻസ് നിന്നെ പിടിച്ചതും എല്ലാം. ഇങ്ങനെ അവരെ അറിയാം. അവർ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്യൂറോ എക്സ്പീരിയൻസിൻ്റെ മുമ്പത്തെ ഒരു മെമ്പർ ആയതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയാം. ഞാൻ മുത്തശ്ശൻ അവനോട് പറയുന്നു. ഇത് കേട്ട് അവന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശരിയാണ്, ഇത് വളരെ വിചിത്രമായി എനിക്ക് തോന്നി. കൊല്ലാൻ തയ്യാറായി വന്ന ഒരു വൃദ്ധൻ എന്ന് റാഗോ പറയുന്നു. അപ്പം നീയാണല്ലേ റാഗോ? എൻ്റെ കൊച്ചുമവനോട് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാനിത് നേരിട്ട് കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനിത് വിശ്വസിക്കില്ലായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ നന്നായി അറിയാം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഇതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കടക്കാൻ വേറൊരു വഴിയുമില്ല. എൻ്റെ കൊച്ചുമോൻ വരുത്തി വെച്ച തെറ്റുകളുടെ എല്ലാം ഉത്തരവാദിത്യം ഞാൻ ഏറ്റെടുക്കും. റോയിലോ അല്ലെങ്കിൽ ഓക്കെയിലോ മറ്റാരെങ്കിലും നിന്നെ ടോർച്ചർ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. സോ നിന്നെയും റാഗോവിനെയും എനിക്ക് ഒരുപോലെ ഇല്ലാതാക്കിയേ പറ്റൂ. എൻ്റെ ജീവിതവും എനിക്ക് അവസാനിപ്പിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ഒരു ഫൈറ്റിന് തന്നെ തയ്യാറാകുന്നു. കണ്ട് ജീറോക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. മുത്തശ്ശ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? വേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. എന്നെ ജീറോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. കിളവൻ കൊല്ലാമല്ലോ. അതാണ് എൻ്റെ മുത്തശ്ശൻ. പക്ഷെ ഇത്രയും ദേഷ്യത്തിൽ ഞാൻ ഇവരെ കണ്ടിട്ടില്ല. അവൻ പറഞ്ഞതും മുത്തച്ഛൻ ഓടി വന്നവൻ ഒറ്റയടിയും കടിക്കുന്നു. തിരിച്ചുപോയ ജീറോയുടെ തലയൊക്കെ പൊട്ടി അവൻ്റെ വായിൽ നിന്ന് ബ്ലഡ് വരുന്നു. ആസുമ ഫാമിലി തലമുറകളായി വാരിയസിൻ്റെ പാതയാണ് പിന്തുടരുന്നത്. മനുഷ്യരെയും മാനവനെയും പോലെ മാരകമായിട്ടുള്ളൊരു കലയാണത്. പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ എനിക്ക് ചാൻസ് കിട്ടിയുള്ളൂ. എൻ്റെ സെൽഫ് ഡിഫെൻസിന് അത് മതിയായിരുന്നു. പക്ഷെ അതിപ്പോൾ നശിപ്പിക്കേണ്ടത് ഞാനാണ്. നിനക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല പറഞ്ഞ് മുത്തശ്ശൻ അവനെ കൊല്ലാൻ വേണ്ടി വരുന്നു. അപ്പോൾ റാഗോ അവനെ ദേഷിക്കുന്നു. നീ എന്താ ചെയ്യുന്നേ? അങ്ങേര് നിന്നെ കൊല്ലാൻ നോക്കുവാണ്. ഞാൻ നിന്നെ സഹായിക്കാം. നീ അങ്ങ് എൻ്റെ വഴിയിൽ നിന്ന് മാറി നിൽക്ക്. നിന്നോട് ഞാൻ പറഞ്ഞതാ ഞാൻ ഓക്കെ പറയാതെ വരരുതെന്ന്. ശരി, നീ എന്തെങ്കിലും ചെയ് എന്ന് പറഞ്ഞ് റാഗോ അവിടെ നിന്ന് പോകുന്നു. കേട്ട് മുത്തശ്ശൻ പണ്ട് നടന്നൊരു കാര്യം ആലോചിക്കുന്നു. പത്രം വായിക്കുന്ന മുത്തശ്ശനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നാച്ചി. മരത്തിന് പുറത്താണെന്ന് നാച്ചി ഇവരോട് പറയുന്നു. മരത്തിന് മുകളിൽ കുടുങ്ങിയ ഒരു പൂച്ചയെ രക്ഷിക്കാൻ വേണ്ടി കയറിയതായിരുന്നു ജീറോ എന്ന് കാലിൽ തന്നെ അവൻ താഴേക്ക് വെക്കുന്നു. പക്ഷെ അങ്ങോട്ട് വന്ന മുത്തശ്ശൻ അവനെ രക്ഷിക്കുന്നു. ഇറങ്ങാൻ പറ്റാത്തൊരു മരത്തിന്റെ മുകളിൽ എത്ര പ്രാവശ്യം നിന്നോട് കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് താഴെ പോയാൽ ജീവൻ വരെ പോകാൻ ചാൻസ് ഉണ്ട്. എനിക്കറിയാം. പക്ഷെ അവൻ അതിൻ്റെ മുകളിൽ കുടുങ്ങിപ്പോയി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നോക്ക് ജീറോ, മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ല കാര്യമാണ്. അതിനുള്ള സ്ട്രെങ്ത്തും റിസോൾവും നിനക്കുണ്ടായിരിക്കണം.
ശരിയായ രീതിയിൽ ധൈര്യമില്ലെങ്കിൽ നീ ചെയ്യുന്നത് മണ്ടത്തരമായിരിക്കും. നിനക്ക് സഹായം ചെയ്യണമെന്ന് തോന്നുമ്പോൾ നിനക്കതിന് ധൈര്യമില്ലെങ്കിൽ മറ്റാരോടെങ്കിലും സഹായം ചോദിക്കണം. എൻ്റെ അടുത്തൊന്നും ആരില്ലേ, ഞാൻ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ വേറെ വഴിയില്ല, നീ അത് വിട്ടേക്കണം. ഇല്ല, ഒരിക്കലുമില്ല. വളരെ പിടിവാശിക്കാരനാണെന്ന് എനിക്കറിയാം. നിനക്ക് മുമ്പിൽ വേറൊരു ഓപ്ഷനും കൂടിയുണ്ട് ജിറോ. നിന്റെ മൈൻഡിനെയും ബോഡിയെയും കൂടുതൽ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കും ജിറോ. ഇത് ചെയ്യാൻ നിനക്ക് സാധിച്ചാൽ നിനക്ക് കയറാൻ സാധിക്കാത്ത ഒരു മരവും ഉണ്ടാകില്ല. മനസ്സിലായോ എന്ന് മുത്തശ്ശൻ അവനോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ജീറോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവൻ്റെ മുത്തശ്ശനെയാണ്. ഇതൊരു ട്രെയിനിങ് സെക്ഷൻ അല്ല, ഒരു നിസ്സാരമായിട്ടുള്ള തർക്കമാണ്. നമ്മളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു ജീവമരണ പോരാട്ടമാണിത്. രക്തത്തിൻ്റെയും മരണത്തിൻ്റെയും വിധി, ഇപ്പോൾ കടന്നിരിക്കുന്ന ലോകത്തിൻ്റെ വിധി അതാണ്. പോരാട്ടം നിന്നെയോ മറ്റുള്ളവരെയും നശിപ്പിക്കും. എൻ്റെ ആത്മാവിൽ അത് മായാതെ മുദ്ര കുത്തും. അതൊന്നും നേരിടാതിരിക്കാനാണ് ഞാൻ ആ നരകത്തിലൂടെ ജീവിച്ചത് എന്ന് മുത്തശ്ശൻ എന്നോട് പറയുന്നു. ഞാൻ ഞാനങ്ങനെ ചിന്തിച്ചില്ല. പക്ഷെ എനിക്കൊരു റിഗ്രറ്റുമില്ല. ഇടപെടാൻ പാടില്ലാത്ത സ്ഥലത്ത് ഞാൻ ഇടപെട്ടു. അതുകൊണ്ടാണ് എൻ്റെ സ്വന്തം മെസ്സ് എങ്ങനെ വൃത്തിയാക്കാമെന്ന് ഞാൻ പഠിക്കുന്നത്. ഇതാണ് എൻ്റെ റിസോൾവ്. നീ വിവരമില്ലാത്തൊരു മണ്ടനാണ്. വീണ്ടും മുത്തശ്ശൻ അവനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ജീറോ, സോറി റാഗോ, നീ ഒന്നും ചെയ്യണ്ട, അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് ജീറോ മുത്തശ്ശൻ്റെ അടിത്തല വെച്ചങ്ങ് തടുക്കുന്നു. കൊണ്ട് ജീറോ തെറിച്ചങ്ങ് പോകുന്നു. അവൻ്റെ തല പൊട്ടി ഒരുപാട് ബ്ലഡ് താഴോട്ട് വിൽക്കുന്നു. നിനക്ക് തീരെ ബുദ്ധിയില്ലേ? നീ എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ ചിന്തിക്കുന്നത് തന്നെയാണ് ശരി. നീ എന്താണ് ചിന്തിക്കുന്നത് ജീറോ? ഇത് നിന്റെ സ്ട്രെങ്ത്തിൻ്റെയും റിസോൾവിൻ്റെയും ഒരു ഷോ മാത്രമായിരുന്നു. ഒന്ന് സൂക്ഷിച്ചു നോക്ക്. എൻ്റെ മുമ്പിൽ ഇപ്പോഴും ആ കുട്ടി മാത്രമാണുള്ളത്. എന്നിട്ടും നിങ്ങൾക്കത് പോരാ അല്ലേ? നിങ്ങൾക്കൊരു കാര്യം അറിയാം മുത്തശ്ശ, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഞാനിപ്പോൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ എപ്പോഴും വരാത്തൊരു കുട്ടിയായിരിക്കാം. അതുകൊണ്ട് എൻ്റെ ചുറ്റുമുള്ളവരോട് എനിക്ക് സഹായം ചോദിക്കാം. എനിക്ക് ഇവരിൽ നിന്ന് ചെറിയൊരു സഹായം കിട്ടും. എന്താ, ശരിയല്ലേ? ജീറോ അവനോട് ചോദിക്കുന്നു. നിനക്ക് സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും നിനക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ നീ മറ്റുള്ളവരോട് സഹായം ചോദിക്കണം എന്ന് മുത്തശ്ശൻ പറഞ്ഞത് മുത്തശ്ശന് തന്നെ ഓർമ്മ വരുന്നു. മനുഷ്യനായാലും മൃഗമായാലും ഇനി മോണോനോക്കായാലും അവൻ എല്ലാവരുടെയും ഒരുപോലെയാണ് പെരുമാറുന്നത്. ഇപ്പോഴും ആ പഴയ വാശിക്കാരനായ കുട്ടിയാണ് ജീറോ. എത്ര പറഞ്ഞാലും എത്ര വേദനിച്ചാലും നീ ഒരിക്കലും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൾ റൈറ്റ്, നീ വിജയിച്ചിരിക്കുന്നു. റിസോൾവ് ഇല്ലാത്തൊരാൾ അത് ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ ആഗ്രഹിക്കുന്നത് നീ ചെയ്യ്. ഇപ്പോഴും നീ ഒരു പൊട്ടനാണ് പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നു. നമ്മൾ കാണുന്നത് കുളിച്ചുകൊണ്ടിരിക്കുന്ന ജീറോയാണ്. എന്നോട് ക്ഷമിക്ക്, ഞാൻ വെറുതെ എൻ്റെ വഴി നിന്നെ കൊണ്ടുവന്നു. ഇതൊന്നും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. നീ അത് സ്വയം ചെയ്തതാണ്. പക്ഷെ എല്ലാവർക്കും അവരുടേതായ ഒരു ലിമിറ്റുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് നീ പെട്ടെന്ന് പോയി ഒറ്റയ്ക്ക് മരണത്തിൻ്റെ വാതിൽ മുട്ടാതിരിക്കുന്നതാണ് നല്ലത്. എനിക്ക് വേണ്ടി എന്തെങ്കിലും പറ്റിയാൽ ഞാൻ നിന്നെ രക്ഷിച്ചത് വെറുതെ ആകില്ലേ? സോ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പവർ നിനക്ക് തരാം എന്ന് റാഗോ അവനോട് പറയുന്നു. അതെന്ത് സംഭവിക്കുമെന്ന് എനിക്ക് യാതൊരു ഐഡിയയുമില്ല. പക്ഷെ നമ്മളിപ്പോൾ ഒരുമിച്ചാണ്, എപ്പോഴും അങ്ങനെ ആയിരിക്കണം. എന്താ, ശരിയല്ലേ പാർട്ട്ണർ എന്ന് ജീറോ ചോദിക്കുന്നു. ഇത് നമ്മൾ കാണുന്നത് ഷീബയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മുത്തശ്ശനെയാണ്. ഞാൻ നാളെ രാവിലെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വണ്ടി അയക്കാം. അവൻ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലേക്ക് എത്തിയെന്നറിഞ്ഞതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അവനെ നമ്മുടെ കൂടെ ചേർക്കണം. അവനെപ്പോലെയുള്ള ഒരാളെ നമ്മൾക്ക് ആവശ്യമാണ് ഷീബ മുത്തശ്ശനോട് പറയുന്നു. അതേസമയമാണ് സോപ്പ് തീർന്നു എന്ന് പറഞ്ഞ് അലറിക്കൊണ്ടിരിക്കുന്നത് ജീറോ. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ കഴിയുന്നതും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.